നമ്മളിനി ഓണസദ്യയിലെ അടുത്തത് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ പാൽക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു നാളികേരം ചെരുകിയിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ എടുത്ത് വെച്ചു. പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് വീണ്ടും രണ്ടാം പാൽ എടുത്ത് വെച്ചു. അപ്പോൾ കുമ്പളങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നാളികേരപ്പാലിൽ കിടന്ന് വെവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മുളക് ചേർക്കണ്ട, കടുക് വറുത്തിടണ്ട, ഒന്നും ചെയ്യണ്ട, കറിവേപ്പില ചേർക്കണ്ട, ഒന്നും ചെയ്യണ്ട. വെറും ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതാണ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ സദ്യക്ക് ഇപ്പം നമ്മൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ ഓലനിൽ മുളകിടേണ്ട ആവശ്യമില്ല, പക്ഷെ ചിലവർ മുളകിടും. അപ്പോൾ ആ ഓലൻ്റെയൊക്കെ ഒരു ഇത് തന്നെയാണ് ഇത്. ഇവിടെ പക്ഷെ പയറിടണില്ല എന്ന് മാത്രം, കുമ്പളങ്ങ മാത്രം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ കുമ്പളങ്ങ. അപ്പോൾ നമുക്ക് സദ്യക്ക് അല്ലെങ്കിലും കൂടി കുമ്പളങ്ങ കിട്ടി അതുപോലെ പാൽക്കറി ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇതെല്ലാം അരിഞ്ഞു, ഇങ്ങനെ കനം കുറച്ചിട്ട് അരിയണം കേട്ടോ, കട്ടി കൂടാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഒരു ബൗൾ, ഇതിപ്പോൾ മെഷറിംഗ് കപ്പിലാണെന്നപ്പോൾ ഒരു 2.5 കപ്പോളം കിട്ടി. അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചത് ചേർക്കുക. എന്നിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ആവി നന്നായിട്ട് വരട്ടെ. ഇതിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വെയിറ്റ് ഇട്ടാൽ ഇത് ഒരു വിസിലുകൊണ്ട് വേവും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇത് നാളികേരപ്പാലിൽ കിടന്നിങ്ങനെ വേവണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ആവി വന്നപ്പോൾ നമ്മളത് തുറന്ന് ഇനി സിമ്മിലിട്ട് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേഗം തന്നെ വേവും, കുമ്പളങ്ങയാണല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് പാല് പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ കറിയിലേക്ക് കുറേ ഉപ്പൊന്നും ചേർക്കരുത്, ഇതിൽ മുളകൊന്നും ചേർക്കാത്തതല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ ആദ്യം തന്നെ. പിന്നെ വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക, സിമ്മിലിട്ടിട്ട് അവിടെ കിടന്ന് നന്നായിട്ട് വറ്റി വരണം അത്. ഇപ്പം നമ്മുടെ എല്ലാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വെള്ളവും വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒന്നാം പാൽ എടുത്ത് വെച്ചത് ഒഴിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വറ്റി വരട്ടെ. തീയൊന്നും കുറയ്ക്കണ്ട കേട്ടോ. ഇത് നമുക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതായത് ഉപ്പിടരുത്. പിന്നെ വയറിനൊക്കെ നല്ലതാണ് ഈ കറി. ഇതിലങ്ങനെ എരിവൊന്നുമില്ല. പിന്നെ കുമ്പളങ്ങ നല്ലതല്ലേ. അതേ നമ്മുടെ കറി വറ്റി പാകമായിട്ടുണ്ട് കേട്ടോ. എത്രയും മതി. അപ്പോൾ ഇതുപോലെ കറി ഓണത്തിന് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഈസിയാണ്, ടേസ്റ്റിയാണ്. ബൈ.